ഹലോ ഫ്രണ്ട്സ്, ലേൺ മാസ്റ്ററിൻ്റെ പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോ ക്ലാസ്സിലൂടെ +1 ഫിസിക്സ് ടോപ്പിക്കുകളുടെ റിവിഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 1.5 മാസം കൂടിയാണ് ഇനി ക്ലാസ് കഴിഞ്ഞ് പരീക്ഷയ്ക്കുള്ളത്. ഈ 1.5 മാസത്തിനുള്ളിൽ ഏകദേശം 15ഓളം അധ്യായങ്ങൾ റിവിഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ വളരെ വേഗത്തിൽ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇനിയധികം സമയം വൈകാതെ റിവിഷൻ ആരംഭിക്കേണ്ടതുണ്ട്. നമ്മൾ ലേൺ മാസ്റ്ററിൻ്റെ ഈ വീഡിയോ സീരീസിലൂടെ പരീക്ഷയ്ക്ക് ഉതകുന്ന രീതിയിൽ സിലബസിനെ ചുരുക്കിയും എന്നാൽ സിമ്പിളായിട്ട് എളുപ്പത്തിലും നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ അധികം സമയം ദീർഘിപ്പിക്കുന്നില്ല. റിവിഷൻ എന്നതായതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളെയും പറ്റിയുള്ള വലിയ വിശദീകരണമല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങുന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മിനിമം നമ്മൾ പഠിക്കേണ്ടത്, പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതിയാൽ ഫുൾ മാർക്ക് വാങ്ങിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. മുന്നോട്ട് ക്ലാസ്സുകൾ കാണുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി, അതനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താം. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, സ്റ്റാർട്ട് ചെയ്യാം. +1 റിവിഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് ആരംഭിക്കുന്ന ചാപ്റ്റർ 2ാമത്തെ അധ്യായമാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. ഇത് ക്ലാസ് നമ്പർ 1. അപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നുള്ള ഈ ചാപ്റ്റർ പഠിച്ചു തുടങ്ങുമ്പോൾ, പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ അത്യാവശ്യം അറിയേണ്ട ചില അടിസ്ഥാന വസ്തുക്കൾ, ഫണ്ടമെൻ്റലായിട്ട് അറിയേണ്ട ചില വസ്തുതകളാണ് ആദ്യം ഞാൻ പറയുന്നത്. ഈ വസ്തുതകൾ അറിഞ്ഞാൽ മാത്രമേ മുന്നോട്ട് ഉള്ള ക്ലാസ്സുകളിൽ ഈ ചാപ്റ്റർ പഠിപ്പിച്ചാൽ മനസ്സിലാവുള്ളൂ താനും. മാത്രമല്ല, മുന്നോട്ട് പഠിപ്പിക്കുന്ന ക്ലാസ്സിലെ കാര്യങ്ങൾ പഠിച്ചാലേ മാർക്കും കിട്ടത്തുള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കാം. ആദ്യം അറിയേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന വസ്തുതയാണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റീസ്. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്? ഒരു ചെറിയ ഡെഫിനിഷൻ ഇങ്ങനെ ഓർക്കാം. Quantities that can be measured directly or indirectly. മലയാളത്തിൽ പറഞ്ഞാൽ നേരിട്ടോ അല്ലാതെയോ അളക്കാൻ കഴിയുന്ന ക്വാണ്ടിറ്റികളെ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി. അപ്പോൾ ഒറ്റ വാക്കിൽ മലയാളത്തിൽ ഇതിൻ്റെ അർത്ഥം മാത്രം മനസ്സിലാക്കി വയ്ക്കുക. നേരിട്ടോ അല്ലാതെയോ നമുക്ക് അളക്കാൻ കഴിയുന്ന ക്വാണ്ടിറ്റികളെ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ. 1-2 ഉദാഹരണം എഴുതാൻ എന്നോട് പറഞ്ഞാൽ ഞാനിങ്ങനെ എഴുതും. ലെങ്ത്ത്, ടൈം, മാസ് എന്നിവയെല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റികളാണ്. ഇനി മറ്റൊരു വസ്തുത, ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ തന്നെ 2 തരത്തിലുണ്ട് എന്നുള്ളതാണ്. ഒന്ന് വെക്റ്റർ ക്വാണ്ടിറ്റി, മറ്റൊന്ന് സ്കെയിലാർ ക്വാണ്ടിറ്റി. ആ 2 വസ്തുതകളെപ്പറ്റി നമ്മൾ വരും അധ്യായങ്ങളിൽ വിശദമായിട്ട് പഠിക്കും. ഇവിടെ അത്ര ഡീപ്പായി പോകുന്നില്ല. എന്തായാലും അങ്ങനെ ഒരു വസ്തുത കൂടെ ഉണ്ട് എന്ന് ഓർക്കുക. ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ വെക്റ്റർ ക്വാണ്ടിറ്റികളെന്നും സ്കെയിലാർ ക്വാണ്ടിറ്റികളെന്നും 2ആയിട്ടും കൂടെ തിരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മുടെ സിലബസിൽ ഇനി ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ നമ്മൾ 2ആയി വീണ്ടും തിരിക്കുന്നുണ്ട്. അതിൽ ഒന്നാണ് ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അഥവാ അടിസ്ഥാന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. 2ാമത്തെ തരം എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. 2 തരം ഫിസിക്കൽ ക്വാണ്ടിറ്റികളുണ്ട് നമ്മുടെ സയൻസിൽ. ഒന്ന് ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, രണ്ടൊന്ന് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എന്താണ് ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഏറ്റവും സിമ്പിളായിട്ട് ഇങ്ങനെ ഓർക്കാം. ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് are
ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഈച്ച് അതർ. ഈ വാക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇൻഡിപെൻഡൻറ്റ്. ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികളെല്ലാം പരസ്പരം മറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റികളോട് ഇൻഡിപെൻഡൻ്റായി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുന്നവയാണ്, അല്ലെങ്കിൽ മറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റികളുമായൊന്നും ഒരു ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് യാതൊരു ബന്ധവും ഇല്ല. കുറച്ചും കൂടെ വിശദമായി പറഞ്ഞാൽ, ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുടെ സത്വം മറ്റൊരു ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുമായും ബന്ധപ്പെട്ടിട്ടില്ല. അവർ അങ്ങനെ തന്നെ സ്വന്തമായി നിലകൊള്ളുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റികളാണ്. എന്നാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് which are derived from fundamental physical quantities. അവയെ വിളിക്കുന്ന പേരാണ്, അതായത് ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികളിൽ നിന്നും നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത അല്ലെങ്കിൽ നിർമ്മിച്ചെടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ വിളിക്കുന്ന പേരാണെന്ത്? ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ നിർമ്മിച്ചെടുത്തതായതുകൊണ്ട് തന്നെ ആരിൽ നിന്നാണോ, ഏത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളിൽ നിന്നാണോ നമ്മളിത് നിർമ്മിച്ചെടുത്തത്, ആ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികളുമായി ഒരു ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ബന്ധമുണ്ടാകും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എന്നാൽ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് എനി അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഒരു ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയോട് ഡിപ്പെൻഡൻ്റ് ആണ്, ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഒരു ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുമായും യാതൊരു ബന്ധവും ഇല്ലാതെ നിൽക്കുന്നു, അഥവാ ഇൻഡിപെൻഡൻ്റ് ആകുന്നു. ക്ലിയറായോ? സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഇവിടെ പറഞ്ഞ ഒരു വസ്തുത തന്നെയാണ് അടുത്തതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി മറ്റ് ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസുമായി ഡിപ്പെൻഡൻ്റ് ആണ്. ഡിപ്പെൻഡൻ്റ് അല്ലേ? ഒരു ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയോട് ഡിപ്പെൻഡൻ്റ് ആണ്. ഈ ഡിപ്പെൻഡൻസി അഥവാ ബന്ധം, ഒരു ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുമായിട്ടുള്ള ഈ ബന്ധത്തെ തന്നെയാണ് നമ്മൾ ഡൈമെൻഷൻ എന്ന് സ്കൂളിൽ പഠിച്ചത്. അപ്പോൾ ഡൈമെൻഷൻ്റെ ഒരു ഐഡിയ കിട്ടിയോ? ഒരു ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എങ്ങനെയാണ് ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികളോട്, ഏതൊക്കെ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികളോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, ആ ബന്ധത്തെയാണ് എന്ത് പറയുക? ഡൈമെൻഷൻ ഓഫ് എ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ക്ലിയർ ആണല്ലോ? ശരി. ആ ഡൈമെൻഷൻ എന്ന സങ്കല്പം അവിടെ ഇരുന്നോട്ടെ, അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോയിൽ അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ റെപ്രസെൻറ്റേഷനാണ്. റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഫോർ എക്സാമ്പിൾ മാസ് ഞാനിങ്ങനെ എഴുതുകയാണ്, 70 ഇങ്ങനെ എഴുതിയാൽ അർത്ഥം പൂർണ്ണമായിട്ടില്ല. 70 സൂചിപ്പിക്കുന്നത് ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച മാസിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്. അത് കൃത്യമായി മീനിങ് ഫുൾ ആകണമെങ്കിൽ അതിനോടൊപ്പം ചേർത്ത് നമ്മൾ ഒരു യൂണിറ്റ് കൂടി എഴുതണം. അത് കിലോഗ്രാം ആകണമെന്നില്ല, ഗ്രാം ആകാം, കിലോഗ്രാം ആകാം, ക്വിൻ്റലാകാം, ടണ്ണാകാം, അല്ലെങ്കിൽ അത് മില്ലിഗ്രാം ആകാം, സെൻറ്റിഗ്രാം ആകാം, മൈക്രോഗ്രാം ആകാം, നാനോഗ്രാം ആകാം, ഏത് യൂണിറ്റ് ആയാലും കൊള്ളാം. ഒരു യൂണിറ്റും കൂടെ ചേർത്ത് ഒരു മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ മാഗ്നിറ്റ്യൂഡും കൂടി എഴുതുമ്പോഴാണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ റെപ്രസെൻറ്റേഷൻ ഏറ്റവും അർത്ഥവത്തായി മാറുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾക്കും എന്തുണ്ടാകും? യൂണിറ്റ് ഉണ്ടാകും.
അങ്ങനെ എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെയും യൂണിറ്റുകൾ ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് യൂണിറ്റുകളുടെ ഒരു കളക്ഷൻ കിട്ടും. ആ കളക്ഷനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് സിസ്റ്റം. യൂണിറ്റ് സിസ്റ്റം. എന്താണ് യൂണിറ്റ് സിസ്റ്റം എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ, ഭൗതിക ക്വാണ്ടിറ്റികളുടെ യൂണിറ്റുകളുടെ ഒരു കളക്ഷൻ. ഇറ്റ്സ് എ കളക്ഷൻ ഓഫ്, ഒരു തിരുത്തുണ്ട്, ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് യൂണിറ്റ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ യൂണിറ്റുകളുടെ ഒരു കളക്ഷനെ വിളിക്കുന്ന പേരാണെന്ത്? യൂണിറ്റ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് പോലെ അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞതാണ്. ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാനത് പ്രോപ്പറായി അഡ്രസ്സ് ചെയ്യാം. ഇനിയാണ് നമ്മൾ പരീക്ഷാടിസ്ഥാനത്തിൽ ടോപ്പിക്കിലേക്ക് കടക്കുന്നത്. യൂണിറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള യൂണിറ്റ് സിസ്റ്റങ്ങൾ ലോകത്ത് പല കാലഘട്ടങ്ങളിലായി ഉണ്ടായിട്ടുണ്ട്. അതിൽ പലതും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫുൾ ഫോം ചോദിക്കുന്നതിനായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ വരാൻ സാധ്യതയുള്ള 1-2 അബ്രിവിയേഷൻസ് പറയാം. ചില യൂണിറ്റ് സിസ്റ്റങ്ങളാണ് എഴുതുന്നത്. യൂണിറ്റ് സിസ്റ്റംസ്, ചില യൂണിറ്റ് സിസ്റ്റങ്ങളാണ് ഇവിടെ എഴുതാൻ പോകുന്നത്. ഒന്ന് CGS സിസ്റ്റം. ഈ CGS സിസ്റ്റത്തിലെ സിയും ജിയും എസും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ഫുൾ ഫോം ചോദിക്കുന്നത് പോലെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ എഴുതാം, സി എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ, ജി എന്ന് പറയുന്നത് ഗ്രാം, എസ് എന്ന് പറയുന്നത് സെക്കൻഡ്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സെൻറ്റിമീറ്റർ ലെങ്ത്തിൻ്റെ ഒരു യൂണിറ്റും ഗ്രാം മാസിൻ്റെ ഒരു യൂണിറ്റും സെക്കൻഡ് ടൈമിൻ്റെ ഒരു യൂണിറ്റുമാണെന്ന് ഓർക്കുക. അപ്പോൾ CGS സിസ്റ്റം എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ് എന്നുള്ളൊരു സിസ്റ്റമാണ്. മറ്റൊരു സിസ്റ്റം പരിചയപ്പെടാം, FPS സിസ്റ്റം. FPS സിസ്റ്റം എന്താണ്? FPS സിസ്റ്റം ഫുട്ട് പൗണ്ട് സെക്കൻഡ്. ഫുട്ട് പൗണ്ട് സെക്കൻഡ് സിസ്റ്റത്തെയാണ് FPS സിസ്റ്റം എന്ന് പറയുന്നത്. ഫുട്ട് ലെങ്ത്തിൻ്റെ ഒരു യൂണിറ്റാണ്, പൗണ്ട് മാസിൻ്റെ യൂണിറ്റാണ്, സെക്കൻഡ് നിങ്ങൾക്കറിയാം സമയത്തിൻ്റെ യൂണിറ്റാണ്. ഇനി മറ്റൊരു യൂണിറ്റ്, മൂന്നാമതൊരു യൂണിറ്റ് ഇവിടെ പരിചയപ്പെടുത്തുന്നു, MKS സിസ്റ്റം. MKS എന്ന് പറയുമ്പോൾ മീറ്റർ, കിലോഗ്രാം, അതുപോലെ സെക്കൻഡ്. ഇവിടെ MKS എന്ന് പറഞ്ഞാൽ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് എന്നാണ്. അപ്പോൾ ഇതിൽ ഏത് യൂണിറ്റ് സിസ്റ്റം, അതിൻ്റെ ഫുൾ ഫോം എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണം. 1 മാർക്കിൻ്റെ ഒരു ചോദ്യം ആയി ചിലപ്പോൾ ചോദിക്കാം, ഉറപ്പില്ല. എന്നാൽ നമ്മുടെ സിലബസിൽ ഈ 3 സിസ്റ്റങ്ങളല്ല ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏറ്റവും പ്രധാനപ്പെട്ടതായത് മറ്റൊരു സിസ്റ്റമാണ്. അത് പരീക്ഷയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അതാണ് നമ്മുടെ SI യൂണിറ്റ് സിസ്റ്റം. SI യൂണിറ്റ് സിസ്റ്റം. എന്തുകൊണ്ട് SI യൂണിറ്റ് സിസ്റ്റം ഇത്രയും പ്രധാനപ്പെട്ടതാകുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു കാരണമേ ഉള്ളൂ. അതുതന്നെയാണ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നതും. ദി internationally accepted unit system is called SI യൂണിറ്റ് സിസ്റ്റം. അതായത് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള യൂണിറ്റ് സിസ്റ്റത്തിനാണ് നമ്മൾ SI യൂണിറ്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലോകമെമ്പാടും, ഭൂലോകമെമ്പാടും അംഗീകരിച്ചിട്ടുള്ള, ലോകത്തുള്ള ഒട്ടുമുക്കാൽ രാജ്യങ്ങളിലും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഒരു യൂണിറ്റ് സിസ്റ്റമാണ് ഏത്? SI യൂണിറ്റ് സിസ്റ്റം. അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാം,
നെയിം ദ യൂണിറ്റ് സിസ്റ്റം വിച്ച് ഈസ് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ്. സാർവലൗകികമായി സ്വീകാര്യതയിലിരിക്കുന്ന അല്ലെങ്കിൽ ലോകമെമ്പാടും സ്വീകരിക്കപ്പെട്ടിട്ടുള്ള യൂണിറ്റ് സിസ്റ്റത്തിൻ്റെ പേരെന്ത്? പേരാണിത് SI യൂണിറ്റ് സിസ്റ്റം. അപ്പോൾ SI യൂണിറ്റ് സിസ്റ്റത്തെ പറ്റി അല്പം വിശദമായിട്ട് നമ്മൾ നോക്കണം. ഞാൻ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു, നമ്മൾ ടോപ്പിക്ക് നിങ്ങളെ ഒരിക്കൽ കൂടെ പഠിപ്പിക്കുക എന്നുള്ളതല്ല നമ്മുടെ വീഡിയോ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പരീക്ഷയ്ക്ക് വേണ്ടി എങ്ങനെ ഈ ടോപ്പിക്കുകളെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളൊന്നും വിശദമായി പറയണമെന്നില്ല. മുൻ വർഷങ്ങളിലൊക്കെ പരീക്ഷയ്ക്ക് കണ്ടിട്ടുള്ളത് ഇന്ന കാര്യങ്ങളൊക്കെയാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, സംശയങ്ങൾ അന്നേരം താഴെ കമൻറ്റ് ബോക്സിലേക്ക് ഇട്ടുകൊള്ളുക. അപ്പോൾ നമ്മൾ വിശദമായി തന്നെ SI യൂണിറ്റ് സിസ്റ്റത്തെ പറ്റി പഠിക്കാൻ പോവുകയാണ്. SI യൂണിറ്റ് സിസ്റ്റം. SI യൂണിറ്റ് സിസ്റ്റം. SI യൂണിറ്റ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില വസ്തുതകൾ നമ്മൾ ആദ്യം നോക്കാൻ പോവുകയാണ്. ഒന്ന്, ഇൻ SI യൂണിറ്റ് സിസ്റ്റം there are 7 fundamental physical quantities. ഒരു SI യൂണിറ്റ് സിസ്റ്റത്തിൽ, SI യൂണിറ്റ് സിസ്റ്റത്തിൽ 7 ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികളാണ് ഉള്ളത്. അല്ലെങ്കിൽ നമുക്ക് പറയാം 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്നും പറയാം. രണ്ടും ശരിയാണല്ലോ. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഉറപ്പായിട്ടും ഒരു യൂണിറ്റ് ഉണ്ടാവും. അപ്പോൾ 7 ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികളാണ് SI യൂണിറ്റ് സിസ്റ്റത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ SI യൂണിറ്റ് സിസ്റ്റത്തിൽ 7 ഫണ്ടമെൻ്റൽ യൂണിറ്റുകളാണുള്ളത് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ്. 7 ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികളാണ് SI യൂണിറ്റ് സിസ്റ്റത്തിൽ ഉള്ളത്. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, ഇൻ SI യൂണിറ്റ് സിസ്റ്റം there are 2, രണ്ടാണ്, സ്ക്രീനിൽ എഴുതുന്നതുകൊണ്ട് അല്പം ക്ലാരിറ്റി കുറവ്, ലെജിബിലിറ്റി കുറവുണ്ടാവും, അത് ക്ഷമിക്കുക. 2 സപ്ലിമെൻ്ററി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, 2 സപ്ലിമെൻ്ററി യൂണിറ്റ്സ് എന്നും പറയാം. രണ്ടും ഒന്ന് തന്നെയാണല്ലോ. അതായത് നേരത്തെ പറഞ്ഞ നമ്മുടെ SI യൂണിറ്റ് സിസ്റ്റത്തിൽ 2 സപ്ലിമെൻ്ററി ഫിസിക്കൽ ക്വാണ്ടിറ്റികളുണ്ട്, അല്ലെങ്കിൽ 2 സപ്ലിമെൻ്ററി യൂണിറ്റുകൾ ഉണ്ട്. പരീക്ഷയ്ക്ക് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പരീക്ഷയ്ക്ക് ചോദ്യം ഇങ്ങനെ വരാം, വിച്ച് ആർ ദി സപ്ലിമെൻ്ററി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇൻ SI യൂണിറ്റ് സിസ്റ്റം. SI യൂണിറ്റ് സിസ്റ്റത്തിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 2 സപ്ലിമെൻ്ററി ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ ഏതൊക്കെ, അവയുടെ യൂണിറ്റ് ഏതൊക്കെ, അങ്ങനെ ഒരു ചോദ്യം വരാം. അങ്ങനെ വന്നാൽ നമുക്ക് ഏതൊക്കെയാണ് സപ്ലിമെൻ്ററി ഫിസിക്കൽ ക്വാണ്ടിറ്റികളെന്നും ഒപ്പം ഏതൊക്കെയാണ് ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികളായിട്ടും SI യൂണിറ്റ് സിസ്റ്റത്തിലുള്ളതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതും കൂടെ പഠിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ വിശദമായി നമ്മൾ SI യൂണിറ്റ് സിസ്റ്റത്തിലെ എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ പറ്റിയും മനസ്സിലാക്കാൻ പോവുകയാണ്. ഞാനിതുവരെ സ്ക്രീനിൽ വളരെ വിശദമായി ഇത് എഴുതാനുള്ള കാരണം, ഞാൻ എഴുതുന്ന കൂട്ടത്തിൽ നിങ്ങൾക്കൊരു നോട്ട് ബുക്ക് വെച്ച് എഴുതാം എന്നുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്കിത് PPT വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ മതിയായിരുന്നു. PPT വെച്ച് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്കത് പോസ് ചെയ്യണം, വീഡിയോ പോസ് ചെയ്യണം, പിന്നെ അത് എഴുതണം, അത് വീണ്ടും പ്ലേ ചെയ്യണം. അത് കുറച്ച് ബോറിംഗ് ആയിരിക്കും. ഞാനിങ്ങനെ എഴുതുന്ന കൂട്ടത്തിൽ തന്നെ കേട്ട് എഴുതി പോരുകയാണെങ്കിൽ ഇതുവരെ നോട്ട് ബുക്ക് ഇല്ലാത്തവർക്ക്, അല്ലെങ്കിൽ ഇതുവരെ ഒരു റിവിഷൻ നോട്ട് തയ്യാറാക്കി പഠിച്ച് തുടങ്ങാത്തവർക്ക് ഈ കൂടെ എഴുതി പഠിച്ച് തുടങ്ങാം. ഓൾറെഡി സ്കൂളിലെ നോട്ടൊക്കെ ഉള്ളവർക്ക് ആ നോട്ട് വെച്ച് ഈ വീഡിയോ കണ്ട് കമ്പയർ ചെയ്ത് പഠിക്കുകയും ചെയ്യാം. ഓക്കെ, നമ്മൾ തുടക്കുകയാണ്. SI യൂണിറ്റ് സിസ്റ്റത്തിലെ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ഒരിക്കൽ കൂടി എഴുതുന്നു, SI യൂണിറ്റ് സിസ്റ്റം. ഒരു ടേബിളായിട്ട് എഴുതിക്കൂടുക. ഒന്ന്, ആദ്യ കോളം എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി.
രണ്ടാമത്തെ കോളം യൂണിറ്റ്, മൂന്നാമത്തെ കോളം സിമ്പൽ. ഇങ്ങനെ 3 കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടേബിൾ ഇങ്ങനെ വരയ്ക്കുക. നമ്മൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫണ്ടമെൻ്റൽ എന്ന വാക്കിന് പകരം ബേസ് എന്നും കാണാറുണ്ട്. ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാലും ബേസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാലും സംഭവം ഒന്ന് തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. ഓരോന്നോരോന്ന് തുടങ്ങാം. ഫസ്റ്റ് വൺ ലെങ്ത്ത്. യൂണിറ്റ് നിങ്ങൾക്കറിയാം, മീറ്റർ, സിമ്പിൾ എം. രണ്ടാമത്തെ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി മാസ്. യൂണിറ്റ് അറിയാം, കിലോഗ്രാം, സിമ്പിൾ കെ ജി. മൂന്നാമത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ടൈം. യൂണിറ്റ് സെക്കൻഡ്, സിമ്പിൾ സ്മോൾ ലെറ്റർ എസ്. നാലാമത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇലക്ട്രിക് കറണ്ട്. യൂണിറ്റ് ആംപിയർ, സിമ്പിൾ ക്യാപിറ്റൽ എ. ഈ എസ് സ്മോൾ ലെറ്റർ എസ് ആണ് കേട്ടോ. സെക്കൻഡ് എന്നുള്ളതിൻ്റെ എസ് സ്മോൾ ലെറ്റർ എസ് ആണ്. ആംപിയറിൻ്റേത് ക്യാപിറ്റൽ എ ആണ്. അഞ്ചാമത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ടെമ്പറേച്ചർ. യൂണിറ്റ് കെൽവിൻ, സിമ്പിൾ ക്യാപിറ്റൽ കെ. ആറാമത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. യൂണിറ്റ് മോൾ, സിമ്പിൾ MOL. ഏഴാമത്തേതും അവസാനത്തേതുമായ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻ SI യൂണിറ്റ് സിസ്റ്റം ലൂമിനസ് ഇൻറ്റൻസിറ്റി അഥവാ പ്രകാശ തീവ്രത. യൂണിറ്റ് ക്യാൻഡല, സിമ്പിൾ CD. അപ്പോൾ ഈ ടേബിളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് നമ്മുടെ SI യൂണിറ്റ് സിസ്റ്റത്തിലെ 7 ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികളും അവയുടെ യൂണിറ്റും അവയുടെ സിമ്പലും. അപ്പോൾ നമ്മൾ SI യൂണിറ്റ് സിസ്റ്റത്തിലെ ഈ കാര്യം പഠിച്ചു. There are 7 fundamental physical quantities in SI unit system. തീർന്നില്ല, നമുക്ക് 2 സപ്ലിമെൻ്ററി യൂണിറ്റുകളുണ്ട്, സപ്ലിമെൻ്ററി ഫിസിക്കൽ ക്വാണ്ടിറ്റികളുണ്ട്. അവയെ പറ്റി കൂടി മനസ്സിലാക്കണം. ഒരുപക്ഷെ അതായിരിക്കും പരീക്ഷയ്ക്ക് കുറച്ചുകൂടെ പ്രധാനപ്പെട്ടത്. അപ്പോൾ വീണ്ടും ഒരു ചെറിയ ടേബിൾ വരയ്ക്കുക. ഇവിടെ എഴുതുക സപ്ലിമെൻ്ററി ഫിസിക്കൽ ക്വാണ്ടിറ്റി, യൂണിറ്റ്, സിമ്പൽ. 2 സപ്ലിമെൻ്ററി ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ മാത്രമേ ഉള്ളൂ. ചെറിയ ടേബിൾ ആയാലും കുഴപ്പമില്ല. ആദ്യത്തെ സപ്ലിമെൻ്ററി ഫിസിക്കൽ ക്വാണ്ടിറ്റി പ്ലെയിൻ ആംഗിൾ. പ്ലെയിൻ ആംഗിൾ യൂണിറ്റ് റേഡിയൻ, സിമ്പൽ RAD, സ്മോൾ ലെറ്റർ ആണല്ല. രണ്ടാമത്തേത് സോളിഡ് ആംഗിൾ, യൂണിറ്റ് സ്റ്റെറഡിയൻ, സിമ്പൽ സ്മോൾ ലെറ്റർ SR. അത്രമാത്രം. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതൊക്കെയാണ് SI യൂണിറ്റ് സിസ്റ്റത്തിലെ സപ്ലിമെൻ്ററി യൂണിറ്റുകളെന്ന് ചോദിച്ചാൽ പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും. പ്ലെയിൻ ആംഗിളിൻ്റെ യൂണിറ്റ് ചോദിച്ചാൽ റേഡിയൻ, സോളിഡ് ആംഗിളിൻ്റെ യൂണിറ്റ് ചോദിച്ചാൽ സ്റ്റെറഡിയൻ. ഇനി സാധ്യതയില്ലെങ്കിൽ പോലും എങ്ങാനും ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യനൊക്കെ വന്നാൽ, ചേരുമ്പടി ചേർക്കുക എന്നുള്ള ഒരു ക്വസ്റ്റ്യനൊക്കെ വന്നാൽ റേഡിയൻ എന്ന് ചോദിച്ചാൽ അതിന് നേരെ വരുന്നത് പ്ലെയിൻ ആംഗിളാണ് എന്നും, സ്റ്റെറഡിയൻ എന്ന് ചോദിച്ചാൽ അതിന് നേരെ വരിക സോളിഡ് ആംഗിളാണ് എന്നുമൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. പഠിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നന്നായിട്ട് നോട്ട് എഴുതി പഠിക്കുക. വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ കൂട്ടുകാർക്കും കൂടി ഒന്ന് സജസ്റ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡയമെൻഷൻ എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ കുറച്ച് അടിസ്ഥാന കാര്യങ്ങളും
ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ എന്ന വളരെ പ്രധാനപ്പെട്ടതും ഈ ചാപ്റ്ററിൽ നിന്ന് ഒരുപക്ഷെ ഉറപ്പായിട്ടും ചോദിക്കാവുന്നതുമായ ഒരു ക്വസ്റ്റ്യനും പ്രിൻസിപ്പിളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അതാണ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം പഠിച്ചതിന് എല്ലാ കൂട്ടുകാർക്കും നന്ദി. കൂടുതൽ ടോപ്പിക്കുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.